ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൂർ ക്ലാസ്, 9 മണിക്കൂർ ക്ലാസ്, 12 മണിക്കൂർ ക്ലാസ്, 3 മണിക്കൂർ ക്ലാസ്, രാത്രി 8 മണിക്കൂർ ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഈ 6 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, PYQ ഡിസ്കഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ നൽകുന്നത്. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കും, മന്ത്ലി നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളൊരു ആപ്പിലൊക്കെ കൊടുക്കുന്ന പോലെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ക്ലാസ്സിൻ്റെ ലിങ്ക്, PDF ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇതൊക്കെ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിലേത് ഡിഗ്രി ആണെന്നുള്ളത് അപ്ലൈ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. സോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഭാഗം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയാം. ഓക്കെ, 2 വ്യക്തികളെ തമ്മിൽ, അല്ലെങ്കിൽ 2 വസ്തുക്കളെ തമ്മിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ മറ്റൊരു വ്യക്തിയോ തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന ഡിഗ്രിയാണ് പോസിറ്റീവ് ഡിഗ്രി. ഒരു വ്യക്തി മാത്രം ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ മാത്രമായിട്ട് താരതമ്യം ചെയ്യുക? അതായത് ഫോർ എക്സാമ്പിൾ നോക്കുക, റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ ഇവിടെ റാണി എന്ന് പറയുന്ന പെൺകുട്ടി ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ് കാണാൻ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ആ കുട്ടിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പോസിറ്റീവ് ഡിഗ്രി. ഓക്കെ, പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഗേൾ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു, നാമത്തെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് എന്താണത്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. ഇനി ഈ ബ്യൂട്ടിഫുളിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ് എന്താണ്? മോർ ബ്യൂട്ടിഫുളും. സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുളും ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന്റെ പോസിറ്റീവ് ഡിഗ്രി അതാണ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? മോർ ബ്യൂട്ടിഫുൾ. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരു പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ മോർ ചേർത്ത് കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയി, മോസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയി ചില വേർഡ്സിന്റെ മുന്നിൽ. ഇനി ചില വേർഡ്സ് നമുക്ക് അവസാനം ER ചേർത്താൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും EST ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും അങ്ങനെ വരുന്നതും ഉണ്ട്. അപ്പോൾ നമ്മളത് എക്സാമ്പിൾ സഹിതം ഇനി അടുത്തത് പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രം ഉള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ്. റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഹി ഈസ് ആൻ ഇന്റലിജന്റ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ് എന്ന് നമ്മൾ അവരുടെ കഴിവിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയെ, ഒരു സവിശേഷതയെ എടുത്ത് പറയുവാണ്. അപ്പോൾ അതാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഡിഗ്രി ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ 2 വ്യക്തികളെയോ അല്ലെങ്കിൽ 2 വസ്തുക്കളെയോ തമ്മിൽ താരതമ്യം ചെയ്യുക. എന്തായാലും വ്യക്തികളായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ 2 എണ്ണം ഉണ്ട്, അവയെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ അത് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാവും? റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീന. റാണി മീനയേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് പറയുന്നത് അല്ലേ.
അപ്പം റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീന. അപ്പം റാണി, മീന ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ അവിടെ കമ്പയർ ചെയ്തു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് ബ്യൂട്ടിഫുൾ എന്താണ്? മോർ ബ്യൂട്ടിഫുൾ. ഇതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. നമ്മൾ പറഞ്ഞ അതിൻ്റെ ഫ്രണ്ടിൽ മോർ ചേർത്താൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആവും അല്ലേ. അപ്പം മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി മോർ ബ്യൂട്ടിഫുൾ കഴിഞ്ഞൊരു വേർഡ് ഉണ്ട് ദാൻ അല്ലേ, ദാൻ. അപ്പോൾ ഈ ദാൻ എന്ന് പറയുന്ന പ്രയോഗം സാധാരണയായിട്ട് വരുന്ന എവിടെയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദാൻ ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ദാൻ എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? പ്രിഫർ, ജൂനിയർ, ഈ പറയുന്ന വേർഡ്സിന്റെ കൂടെ ദാൻ ഉപയോഗിക്കില്ല. കമ്പാരിറ്റീവ് ഡിഗ്രി പറയുവാണെങ്കിലും ദാൻ ഉപയോഗിക്കാത്ത ചില കേസുകൾ, പൊതുവായിട്ട് നമ്മൾ ദാൻ ആണ് ഉപയോഗിക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാൻ ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. ഇനി ദാൻ ഇല്ലാതെ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. എൽഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എൽഡർ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് ടു ആണ്. ദാൻ ചേർക്കില്ല. ഇതിൻ്റെ എല്ലാം കമ്പാരിറ്റീവ് ഡിഗ്രി പറയുവാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും കമ്പാരിറ്റീവ് ഡിഗ്രീൻ്റെ കൂടെ ദാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ ഇവയ്ക്ക് ശേഷം എന്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ? ടു എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. എൽഡർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ആൻറ്റീരിയർ ടു. ഓക്കെ, അങ്ങനെയാണ് വരിക. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂപ്പർലേറ്റീവ്. രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കളെയോ താരതമ്യം ചെയ്യുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കുവാണ്. അപ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് വരുമ്പോൾ എന്താവും? റാണി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദി ക്ലാസ്. അതായത് റാണിയെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൽ കൂടുതൽ വ്യക്തികളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് റാണി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദി ക്ലാസ്. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ത് വന്നു? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ അതിന് കൂടെ എന്തുണ്ട്? ദ മോസ്റ്റ് എന്നുണ്ട് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ദ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ദ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പിച്ച് വെക്കാം. പോസിറ്റീവ് ഡിഗ്രി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരാളുടെ ഗുണത്തെ, സവിശേഷതയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി മാത്രം ഉള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി കണ്ടുപിടിക്കാനും നമുക്ക് ഇതുണ്ട്. അതായത് ആസ്, ഓക്കെ, ആസും അല്ലെങ്കിൽ സോ ആസും. ഒരു എന്താണ് പോസിറ്റീവ് ഡിഗ്രിയുടെ അപ്പുറം ഇപ്പുറം എന്തുണ്ടാവും? ആസ് ഉണ്ടാവും, അല്ലെങ്കിൽ സോ ആസ് ഉണ്ടാവും. ഓക്കെ, ആസ് ക്ലെവർ ആസ് സ്ട്രോങ്ങർ ആസ്, സോ ക്ലെവർ ആസ്, അങ്ങനെയൊക്കെ സോ ആസും ആസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ്. ദാൻ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ദെൻ മോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദ മോസ്റ്റ്, ദ കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫോം ജസ്റ്റ് ഒന്ന് പറയാം. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഫോം എന്താണ്? ആദ്യം നമുക്ക് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ് ഉണ്ടാവും, പ്ലസ് അതിൻ്റെ കൂടെ എന്താണ്? ER ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ സ്ട്രോങ്ങർ, ക്ലെവറർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ER ഫോം ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഇനി ഇല്ലെങ്കിലോ ER അവസാനിക്കാത്ത വേർഡ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ചില അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബിന് മുന്നിൽ മോർ ചേർത്ത് കഴിഞ്ഞാലും അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ് പ്ലസ് ER ചേർത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. മോർ പ്ലസ് അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കമ്പാരിറ്റീവ് ഫോം കിട്ടും. ഫോർ എക്സാമ്പിൾ നോക്കുക, മോർ ബ്യൂട്ടിഫുൾ, മോർ ഇമ്പോർട്ടൻറ്റ്, മോർ ചേർത്തിട്ടുള്ളത്. ഇനി ER അവസാനം ചേർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ്ങർ, ബിഗ്ഗർ. സ്ട്രോങ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. സ്ട്രോങ്ങർ എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇനി സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് വരുന്നത്. അപ്പോൾ സ്ട്രോങ്ങർ, ബിഗ്ഗർ എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. മോർ ബ്യൂട്ടിഫുൾ, മോർ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതും കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഫോമാണ് പറയുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ദ പ്ലസ് അല്ലേ, ദ ഉണ്ടാവും, പിന്നെന്താണ്? അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ് ഉണ്ടാവും, പ്ലസ് ESTയിൽ അവസാനിക്കുന്ന വേർഡ്സ് എന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് എന്തുണ്ടാവും? അഡ്ജക്റ്റീവിൻ്റെ അല്ലെങ്കിൽ ആഡ്വർബിൻ്റെ ഫസ്റ്റ് ദ മോസ്റ്റ് എന്നുണ്ടാവും. ദ മോസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാലും അതെന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ദ
അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് അത് കഴിഞ്ഞ് EST ഉണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അല്ലെങ്കിൽ ദ മോസ്റ്റ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഫോം പഠിച്ചു വയ്ക്കാം. എക്സാമ്പിൾ നോക്കുക. ദ സ്ട്രോങ്ങസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇനി നോക്കുക, പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ER വന്നാൽ കമ്പാരിറ്റീവും EST വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവും എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ചില വേർഡ്സിന് എക്സാമ്പിൾ ആണ് സ്മോൾ. സ്മോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി സ്മോളർ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് സ്മോളസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. അടുത്തത് പോസിറ്റീവ് ആണ് ക്ലെവർ. കമ്പാരിറ്റീവ് എന്താ? ക്ലെവറർ. സൂപ്പർലേറ്റീവ് ക്ലെവറസ്റ്റ്. അപ്പോൾ ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. അടുത്തത് യങ്, യങ്ങർ, യങ്ങസ്റ്റ്. യങ് എന്ന് പറയുന്നത് പോസിറ്റീവ്, യങ്ങർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്, യങ്ങസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്തത് ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഹാപ്പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഹാപ്പിയർ കമ്പാരിറ്റീവ് ആണ്, ഹാപ്പിയസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. അടുത്തത് ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്. ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഏതാണ്? ബ്രൈറ്റ് ആണ്, കമ്പാരിറ്റീവ് ബ്രൈറ്റർ ആണ്, സൂപ്പർലേറ്റീവ് ബ്രൈറ്റസ്റ്റ് ആണ്. അടുത്തത് ഇപ്പം നമ്മൾ ERഉം ESTയും ചേർക്കുന്നതാണ് പറഞ്ഞത്. ഇനി പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് തന്നെ മോറും മോസ്റ്റും ചേർക്കുന്ന കേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് എക്സാമ്പിൾ ആണ് ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ പറഞ്ഞു മോർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ്. അടുത്തത് ഡിഫിക്കൾട്ട്. ഡിഫിക്കൾട്ടും അങ്ങനെ തന്നെയാണ്. മോർ ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്, മോസ്റ്റ് ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ്. അടുത്തത് കറേജസ്. കറേജസ്, മോർ കറേജസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്, മോസ്റ്റ് കറേജസ് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ്. അടുത്തത് അട്രാക്റ്റീവ്. അട്രാക്റ്റീവ് എന്താണ്? മോർ അട്രാക്റ്റീവ്. മോർ അട്രാക്റ്റീവ് ആണ് കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്താ? മോസ്റ്റ് അട്രാക്റ്റീവ് ആണ്. അടുത്തത് ചിയർഫുൾ. ചിയർഫുൾ, മോർ ചിയർഫുൾ ആണ് കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് മോസ്റ്റ് ചിയർഫുൾ. ഇന്റലിജന്റ്. ഇന്റലിജന്റ്, മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് മോറും മോസ്റ്റും വെച്ചിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ERഉം ESTയും പറഞ്ഞു, മോറും മോസ്റ്റും പറഞ്ഞു. ഇനി ഇതൊന്നും അല്ലാതെ പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും തമ്മിൽ ഒരു ബന്ധമില്ലാതെ കിടക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് ഗുഡ്, വെല്. ഗുഡ്, വെൽ അതാണ് പോസിറ്റീവ് ഡിഗ്രി. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബെറ്റർ ആണ്. ഗുഡിൻ്റെയും വെല്ലിൻ്റെയും കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? ബെറ്റർ. അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അടുത്തത് ബാഡ്. ബാഡ് അല്ലെങ്കിൽ ഇവിൾ, ബാഡ്ലി. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്താ? വേഴ്സ് ആണ്. ബാഡിൻ്റെ വേഴ്സ് ആണ്, സൂപ്പർലേറ്റീവ് വേഴ്സ്റ്റ് ആണ്. അടുത്ത ലിറ്റിൽ. ലിറ്റിൽ പോസിറ്റീവ് ഡിഗ്രി ആണ്, കമ്പാരിറ്റീവ് എന്താണ്? ലെസർ അല്ലെങ്കിൽ ലെസ് ആണ്. ലെസ് അല്ലെങ്കിൽ ലെസർ. സൂപ്പർലേറ്റീവ് എന്താ? ലീസ്റ്റ് ആണ്, ലീസ്റ്റ്. അടുത്തത് മച്ച്, മെനി. മച്ച്, മെനി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതിൻ്റെ കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ മോർ ആണ്. ഓക്കെ, അപ്പോൾ മച്ച്, മോർ, മോസ്റ്റ് എന്നുള്ളതാണ് വരിക. ഓക്കെ, മച്ച്, മെനി അതിൻ്റെ കമ്പാരിറ്റീവ് മോർ ആണ്, സൂപ്പർലേറ്റീവ് മോസ്റ്റ്. അടുത്തത് നിയർ. നിയർ, നിയറർ, നിയറസ്റ്റ്. ESTയും ERഉം ചേർത്താൽ മതി അല്ലേ? നിയർ, നിയറർ, നിയറസ്റ്റ്. ലേറ്റ്. ലേറ്റ് എങ്ങനെയാണ്? ലേറ്റ്, ലേറ്റസ്റ്റ് അല്ലേ? ERഉം ESTയും ചേർത്താൽ മതി. അടുത്തത് ഓൾഡ്. ഓൾഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. എന്നാൽ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതുമ്പോൾ നമുക്ക് ഓൾഡറും എഴുതാം, എൽഡറും എഴുതാം. ഓൾഡറും വരും, എൽഡറും വരും. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതുമ്പോൾ ഓൾഡസ്റ്റും എൽഡസ്റ്റും. അപ്പം അത് എന്തുകൊണ്ടാണ് ഇത് തിരിഞ്ഞു പോവാതിരിക്കാൻ? ഓൾഡർ, ഓൾഡർ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇനി എൽഡർ എന്ന് പറയുമ്പോൾ ഒരേ ഫാമിലിയിലുള്ള ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഒരേ ഫാമിലിയിലുള്ള ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? എൽഡർ, എൽഡസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾഡ് തന്നിട്ട് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാൻ പറഞ്ഞാൽ ഓൾഡറും വരും, എൽഡറും വരും. ഇനി എൽഡർ എന്ന് പറയുന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ എൽഡസ്റ്റ് ആണ്. ഓക്കെ, ഓൾഡസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡർ ആണ്. അപ്പോൾ ഇവിടെ ഓൾഡറും എൽഡറും അല്ലേ? എൽഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? എൽഡറും എൽഡസ്റ്റും ഒരു ഫാമിലിയിലെ തന്നെ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എൽഡറും എൽഡസ്റ്റും യൂസ് ചെയ്യും. ഒരു ഫാമിലിയിലൊന്നും അല്ല, ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വ്യക്തികളെ തമ്മിലൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓൾഡറും ഓൾഡസ്റ്റും. അടുത്തത് ഫാർ. ഫാർ പോസിറ്റീവ് ആണ്. ഫാർദർ, ER അല്ലേ? ഫാർദർ, ഫാർദസ്റ്റ് അതാണ് രണ്ടെണ്ണം വരുന്നത്. ദെൻ ഇൻ എന്ന് പറയുന്നതിൻ്റെ ഇന്നറും ഇൻമോസ്റ്റ് അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ്. ഓക്കെ, ഇന്നർ, ഇന്നർ മോസ്റ്റ്. അടുത്തത് അപ്പ്, അപ്പർ,
അപ്പർ മോസ്റ്റ്, ഔട്ട്, ഔട്ടർ, ഔട്ടർ മോസ്റ്റ്. ഇങ്ങനെയാണ് പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് ഇത് പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആസും ആസും സോ ആസ് സോ ആസ് കണ്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. നോക്കുക, സുരേഷ് ഈസ് ആസ് ക്ലെവർ ആസ് രമേശ്. സുരേഷ് ഈസ് ആസ് ക്ലെവർ ആസ് രമേശ്. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അടുത്തത്, റീന ഈസ് സോ ഓൾഡ് ആസ് രേവതി. അപ്പോൾ ഇവിടെ സോയും ആസും വന്നു അല്ലേ? റീന ഈസ് സോ ഓൾഡ് ആസ് രേവതി. അപ്പോൾ സോ ആസ് വന്നതുകൊണ്ട് അതെന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അടുത്ത, റാം ഈസ് ഫാറ്റർ ദാൻ ഗോപു. റാം ഈസ് ഫാറ്റർ ദാൻ ഗോപു. അപ്പോൾ ഇവിടെ എന്താണ്? ദാൻ വന്നിട്ടുണ്ട്. ദാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ഫാറ്റർ ആണ്, ഫാറ്റർ. ഓക്കെ, ER ചേർത്തിട്ടുള്ള ഫോം ആയിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രി. അടുത്തത്, ലയൺ ഈസ് ബോൾഡർ ദാൻ ടൈഗർ. ലയൺ ഈസ് ബോൾഡർ ദാൻ ടൈഗർ. അപ്പോൾ ഇവിടെ ദാൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ബോൾഡർ ER ഫോം എടുത്തു. അടുത്തത്, മേഘ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. മേഘ ഈസ് ദി ടോളസ്റ്റ്. അപ്പോൾ ദ ടോളസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ മേഘ ഈസ് ദി ടോളസ്റ്റ് ഗേൾ ഇൻ ദി ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ.